ഞാൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഓർത്തോപെഡിക് സർജൻ, CH ഹോസ്പിറ്റൽ വാരം ആൻഡ് മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ കണ്ണൂർ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ട്രിഗർ ഫിംഗർ. ഈ കയ്യിലെ വിരലുകൾ ഇങ്ങനെ മടങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ നീരാതെയാവുക, എന്നിട്ടൊരു വേദനയോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ടിക് എന്ന ശബ്ദത്തോട് നിവർത്തേണ്ടി വരിക. ഈ ഒരു അവസ്ഥയെ പറ്റിയാണ്. ഇത് ഒരു 50-60 വയസ്സുള്ള ആൾക്കാർക്ക്, സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ചില പ്രത്യേക ആൾക്കാർ ഇതിന് കൂടുതൽ പ്രോണാണ്. ഡയബറ്റിക്സ്, റൊമറ്റോയിഡ് ഡിസീസ് ഉള്ളവർ, ഹൈപ്പോതൈറോയിഡിസം. പിന്നെ ചില ജോലികളിലും ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് പിടിക്കുന്ന ടൈപ്പ് ജോലികൾ കൂടുതൽ ചെയ്യും. ഏത് സമയവും ബാഗ് ഡെയിലി ഇങ്ങനെ തൂക്കി നടക്കുക, ചില സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെയുള്ള ജോലികൾ, അങ്ങനെ വർക്ക് റിലേറ്റഡ് ആയിട്ടും ഈ ട്രിഗർ ഫിംഗർ വരാം. ഇങ്ങനെ മോതിര വിരലും മിഡിൽ ഫിംഗറും പിന്നെ ചിലപ്പോൾ തള്ളവിരലും, അങ്ങനെ ട്രിഗർ തമ്പ് എന്ന് പറയും. ഇത് വളരെ ഡിസ്കംഫർട്ടാണ്. നമ്മൾ എന്തെങ്കിലും എഴുതുവാനോ ചെറിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി തീരും, പെയിൻ കാരണം. പരിശോധിക്കുമ്പോൾ ഈ വിരലിൻ്റെ ഇവിടെ ഒരു അമർത്തിയാൽ നല്ല വേദനയായിരിക്കും. ഇതിൻ്റെ കാരണം ഈ കയ്യിലേക്കുള്ള ഞരമ്പുകൾ, വള്ളി ഞരമ്പുകൾ, ഇങ്ങനെ മൂവ്മെൻറ്റിനുള്ള ഞരമ്പ് ഒരു ടണലിൽ കൂടി ഒരു ഷീത്തുണ്ട്, അതിന് കവറിങ്, അതിൽ തിക്കനിങ് വന്നതുകൊണ്ടാണ്, ഒരു ഇൻഫ്ലമേഷൻ വന്നിട്ടാണ്. ഈ മേൽപ്പറഞ്ഞ പല കാരണങ്ങളെ കൊണ്ട്. ഇതിന് പല ചികിത്സാവിധികളുണ്ട്. അതിൽ ഈ എക്സസൈസ് ചെയ്ത് മാത്രം മാറ്റാൻ പറ്റുന്ന സ്ട്രെച്ചിങ് ആൻഡ് എക്സസൈസ്, ഇതിലാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ അഭിപ്രായം. വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഉള്ള മറ്റു ചികിത്സകളെല്ലാം എല്ലാം തോറ്റു കഴിഞ്ഞാൽ ഒരു സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ആ സ്പോട്ടിലേക്ക് ചെയ്യാം. ഈവൻ സർജറി ചെയ്ത് ആ ടണൽ അവിടെ വികസിപ്പിച്ച് ആ ഒരു പുള്ളി സിസ്റ്റമുണ്ട്, അതിനെ കട്ട് ചെയ്തിട്ട് റിലീസ് ചെയ്യാം. എങ്കിലും ഇതിന് ചില എക്സസൈസുകളുണ്ട്, 5-6 എക്സസൈസുകളുണ്ട്. ഒന്ന് ഡക്ക് എക്സസൈസ്. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ നിർത്തുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ, അങ്ങനെ ഒരു 10 പ്രാവശ്യം ഡെയിലി ഒരു 4-5 പ്രാവശ്യം ആയിട്ട് ചെയ്യുക. പിന്നെ ഹുക്ക് എക്സസൈസ്, ഇങ്ങനെ സ്ട്രെയിറ്റ് മിറ്റൻ പൊസിഷനിൽ പിടിച്ച് ഇങ്ങനെ ഹുക്ക് പോലെ രണ്ടും. വേറൊന്ന് സ്ക്വീസ് എക്സസൈസ്, സ്ക്വീസ്. പിന്നെ ഒന്ന് ട്രേസ്, ഫിംഗർ ട്രേസ്. ഈ ഓരോ വിരലിനെയും ഇങ്ങനെ ട്രേസ് ചെയ്യുക. പിന്നെ ഒന്ന് സ്ട്രെച്ചിങ് എക്സസൈസ്, ഇങ്ങനെ എല്ലാ വിരലുകളും മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. പിന്നെ ഒന്ന് സ്പ്രെഡിങ് എക്സസൈസ്. പിന്നെ ലോക്കലായിട്ട് അവിടെ എന്തെങ്കിലും ഓയിൻമെൻ്റ് ഒക്കെ പുരട്ടി ഇങ്ങനെ മസാജ് ചെയ്യുന്നതും ആ ഒരു നൊഡ്യൂൾ ഉണ്ട്, അത് മാറുന്നതിന് സഹായിക്കും. ഇങ്ങനെ ഓപ്പറേഷൻ കൂടാതെ ഒരു 90-99% കേസുകളും മാറ്റാം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.